കുടകിൽ മലയാളി വ്യവസായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കർണാടക സ്വദേശികളായ 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച 2 ബൈക്ക്, 13 ലക്ഷം രൂപ, കൊല്ലപ്പെട്ട പ്രദീപിൻ്റേതടക്കം 3 മൊബൈൽ ഫോണുകൾ, പ്രദീപിൻ്റെ സ്വത്തുക്കളുടെ രേഖകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. പണം തട്ടിയെടുക്കുന്നതിനായാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 23-നാണ് പ്രദീപിനെ കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഇക്കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് കണ്ണൂർ സ്വദേശിയായ പ്രദീപ് കൊയ്ലി എന്ന വ്യവസായിയെ ഷെട്ടിഗേരി എന്ന് പറയുന്ന സ്ഥലത്തെ സ്വന്തം കാപ്പിത്തോട്ടത്തിലെ ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കോണിക്കുപ്പ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കർണാടക പൊന്നമ്പേട്ട മുകുത്തേരിയിലെ അനിൽ, ദീപു, അതുപോലെ തന്നെ സ്റ്റീഫൻ ഡിസൂസ, കാർത്തിക്, TS ഹരീഷ് എന്നിവരെയാണ് പിടികൂടിയത്. ഈ പിടികൂടിയ പ്രതികൾക്ക് ബിസിനസ് നടത്താനായി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പ്രദീപിനെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇവരിൽ നിന്ന് കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച 2 ബൈക്ക്, 13 ലക്ഷം രൂപ, കൊല്ലപ്പെട്ട പ്രദീപിന്റെ അടക്കം 3 മൊബൈൽ ഫോൺ, അതുകൂടാതെ പ്രദീപിന്റെ സ്വത്തുക്കളുടെ രേഖകൾ എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രദീപ് വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കൾ തട്ടിയെടുത്താൽ തങ്ങളുടെ ബിസിനസ്സിന് സഹായകമാകുമെന്ന് കണ്ടാണ് ഈ പ്രതികൾ സംഘം ചേർന്ന് പ്രദീപിനെ കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ഫാമിൽ നിന്ന് പണവും സ്വത്തുക്കളുടെ രേഖയും അടക്കം കവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ പോലീസിനെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്, കുടകിൽ മലയാളി വ്യവസായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കർണാടക സ്വദേശികളായ 5 പേർ അറസ്റ്റിലായി. പ്രതികളിൽ നിന്ന് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ബൈക്കടക്കം പണവും കൊല്ലപ്പെട്ടയാളുടെ മൊബൈൽ ഫോണും സ്വത്തുക്കളുടെ രേഖകളുമൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.